ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും പുതിയൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതിനെ ആക്സിഡൻ്റ് ആക്കിയത് ആൻ്റണി ആണെന്ന് അറിഞ്ഞല്ലോ. അങ്ങനെ നമ്മുടെ ശരത്തിനൊരു മനസാന്തരമൊക്കെ സംഭവിക്കുകയാണ് കേട്ടോ. അങ്ങനെ ശരത്ത് വിചാരിക്കുന്നുണ്ട് ഇനി എന്തായാലും ആൻ്റണി തന്ന ക്യാഷ് ശരത്തിന് വേണ്ട. അങ്ങനെ കുറച്ച് ക്യാഷ് ആൻ്റണി കൊടുത്തത് കയ്യിലിരിപ്പുണ്ട്. അങ്ങനെ ആ പൈസ തിരിച്ചു കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോഴേക്കും ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, മോനെ നീ എങ്ങോട്ടേക്ക് രാവിലെ കോളേജിൽ പോകണ്ടേ? ആ പോണോ അമ്മേ, ഞാൻ എന്തായാലും ആൻ്റണി ചേട്ടനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറയണേ. അപ്പോഴേക്കും ഇത് കേൾക്കുമ്പോൾ ലക്ഷ്മി അങ്ങ് കണ്ണൊക്കെ നിറയുന്നുണ്ട്. എന്താണ് നീ പറയുന്നത്? നീ വീണ്ടും അവനെ കാണാൻ പോവാണോ? രേവതി മോളെ ഈ തരത്തിലാക്കിയത് അവനാണെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ അവൾ ഇതൊക്കെ സഹിച്ചത്? അവള് എല്ലാം സഹിച്ച് നിങ്ങളെ സ്നേഹിച്ചപ്പോൾ നിങ്ങൾ ഇതാണോ കൊടുക്കുന്നത്? നീ വീണ്ടും അവനുമായിട്ട് കൂട്ടുകൂടാൻ പോവാണോ എന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട്, അമ്മ എന്തൊക്കെയാ പറയുന്നത്? ഞാനേ കാണാൻ പോകുന്നത് ആന്റണി ചേട്ടനുമായിട്ടുള്ള ബന്ധം ഇന്നത്തോടു കൂടി അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. കാരണം ആന്റണി ചേട്ടനാണ് എൻ്റെ രേവതി ചേച്ചീനെ ആക്സിഡന്റ് ആക്കാൻ പറ്റിയെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഇപ്പൊ എനിക്ക് ബോധ്യമായമ്മേ, എൻ്റെ കയ്യിൽ ആന്റണി ചേട്ടൻ തന്ന കുറച്ച് പൈസയുണ്ട്. എല്ലാ ബാധ്യതകളും തീർത്ത് അങ്ങേരുമായിട്ടുള്ള എല്ലാ കൂട്ടുകെട്ടുകളും അവസാനിപ്പിക്കണം. എനിക്ക് എല്ലാവരേക്കാളും വലുത് എൻ്റെ ചേച്ചി തന്നെയാണെന്ന് ശരത്ത് തീർത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, എനിക്കിപ്പോഴാണ് സമാധാനമായത്. എന്തായാലും എൻ്റെ മോന് നല്ലതേ വരൂ, നീ പോയി കണ്ടിട്ട് വാ. പിന്നെ അവൻ്റെ അടുത്തൊക്കെ പോകുന്നതാണ്, ഒന്ന് സൂക്ഷിക്കണേ മോനെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശരത്താണെങ്കിൽ നേരെ പോകുന്നത് നമ്മുടെ ആന്റണിയുടെ ഫിനാൻസ് ഓഫീസിലേക്കാണ് കേട്ടോ. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ തന്നെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ജനലിൽ കൂടി ഒരാളെ കണ്ടിട്ട് ശരത്ത് ഭയങ്കരമായിട്ട് സർപ്രൈസ് ആവുകയാണ്. കാരണം ഞെട്ടിപ്പോവാണ്. അകത്തിരിക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ശ്രുതിയാണ് കേട്ടോ. ശ്രുതിയെ കണ്ടതും പെട്ടെന്ന് തന്നെ ശരത്ത് പുറകോട്ടൊന്ന് മാറി നിന്ന് അവരെ വാച്ച് ചെയ്യാണ്. അങ്ങനെ ശ്രുതി വന്നിരിക്കുന്ന കാണുമ്പോൾ ആന്റണി ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി മാഡം ഈ വഴിയൊക്കെ? അതെ, കുറെ ക്യാഷ് മേടിച്ചിരുന്നല്ലോ, ഇതുവരെ ഇങ്ങ് കിട്ടിയില്ല. പിന്നെ ഞാനൊരു ദൗത്യം ഏൽപ്പിച്ചിരുന്നു, അതെന്തായെന്ന് ചോദിക്കുകയാണെ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതാ ആന്റണി, എനിക്ക് സച്ചിയുടെ ആ ഫോണൊന്ന് തൊടാൻ പോലും പറ്റുന്നില്ല. ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് ആളുകളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അവരുടെയൊക്കെ കണ്ണു വെട്ടിച്ച് സച്ചിയുടെ ഫോൺ എടുക്കണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് പറയുകയാണെ. അപ്പോഴേക്കും ആന്റണി പറയുന്നുണ്ട്, മാഡം എന്നാ ഒത്തിരി ബുദ്ധിമുട്ടണ്ട, എൻ്റെ ക്യാഷ് എല്ലാം ഇങ്ങനെ തന്നേര്. പിന്നെ ആ നവീന്റെ കാര്യമേ ഇപ്പൊ തൽക്കാലം ഒതുക്കിയിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. അവനും ഇങ്ങ് പുറകെ പോരും. ഞാനൊരു വാക്ക് മൂളിയാലേ അവനെ എല്ലാം കഴിഞ്ഞ് മാഡത്തിന്റെ പുറകെ വരുമെന്ന് പറയാണ്. ഇതോടെ കേൾക്കുമ്പോൾ ശ്രുതിക്ക് ആകെ അങ്ങ് ടെൻഷൻ ആവുകയാണ്. ശ്രുതി പറയുന്നുണ്ട്, ആന്റണി നിങ്ങളൊന്ന് സമാധാനമായിട്ട് ഇരിക്കെ, എനിക്ക് ഇച്ചിരി ടൈം വേണോന്നല്ലേ പറഞ്ഞത്. ടൈമൊക്കെ എടുത്തോ, എന്തായാലും സച്ചിയുടെ ഫോണിലുള്ള ആ വീഡിയോ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അത് എനിക്ക് ഉടനെ തന്നെ കിട്ടണമെന്ന് പറയുന്നുണ്ട്. ശ്രുതിയപ്പോൾ പറയുന്നുണ്ട്, ആന്റണി ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, എന്തായാലും ഉടനെ തന്നെ ഞാൻ ഈ വീഡിയോ തരാമെന്ന് പറയാനേ. അപ്പോഴേക്കും ശ്രുതി വീണ്ടും ചോദിക്കുന്നുണ്ട്, അല്ല ആന്റണി സച്ചിയായിട്ട് നിങ്ങൾക്ക് എന്താ ഇത്ര വൈരാഗ്യം വരാൻ കാരണം? അതെ അതൊക്കെയുണ്ട്, അവന് മാത്രമല്ല ഞാൻ അവളെയും അവനെയും ഇല്ലാണ്ടാക്കിയിട്ടേ എനിക്ക് സ്വസ്ഥതയുള്ളൂ എന്ന് പറയാനേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഞാൻ രേവതിയോട് ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ട്, എന്തായാലും ആക്സിഡന്റ് നിങ്ങളുടെ ഒരു ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടതെന്ന്. അപ്പോഴേക്കും ആന്റണി പറയുന്നുണ്ട്, അതെ ജസ്റ്റ് എന്തോ ഒരു ഭാഗ്യം കാത്തത് തന്നെയാ, ഉടനെ തന്നെ ഞാൻ അവനെ ഇല്ലാതാക്കും, അവരൊരിക്കലും സമാധാനമായിട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് ശരത്ത് വീണ്ടും അങ്ങ് ഭയങ്കരമായിട്ട് ഷോക്കായി നിൽക്കുകയാണ്. ശ്രുതിയപ്പോ വീണ്ടും ചോദിക്കുന്നുണ്ട്, ആന്റണി എന്നാലും എന്തിനാ സച്ചിയോട് ഇത്ര വൈരാഗ്യം? അതെ അതൊന്നും മാഡത്തിനെ ബാധിക്കുന്ന കേസല്ല. മാഡത്തിന് എന്തായാലും അവനെ ഇഷ്ടമില്ലെന്നുള്ളത് എനിക്കറിയാം. പിന്നെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും എനിക്കറിയണ്ട. അതുപോലെ എൻ്റെ വിഷയത്തിൽ നിങ്ങൾ ഇടപെടണ്ട. ഞാനൊരു വീഡിയോ എടുത്തു തരാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഉടനെ തന്നെ എടുത്തു തന്നാൽ നിങ്ങൾക്കും അതുകൊണ്ട് ലാഭം ഉണ്ടാവും എന്ന് പറയാണേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ശരി ആന്റണി, എനിക്ക് ഇടയ്ക്ക് കുറച്ച് പൈസയും കൂടി ആവശ്യമായി വരും, ഞാൻ വരുമെന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഏറ്റു. പിന്നെ അങ്ങോട്ടൊരു പാലം ഇട്ടാൽ ഇങ്ങോട്ടും വേണമെന്ന് ഇങ്ങനെ ആന്റണി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതി അവിടെ നിന്ന് മനസ്സോടുകൂടി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. നമ്മുടെ ശരത്താണെങ്കിൽ ഈ വീഡിയോ അവർ തമ്മിൽ സംസാരിക്കുന്നതെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ ശരത്താണെങ്കിൽ ആ വീഡിയോ കണ്ടതും പിന്നീട് ആന്റണിയെ കാണാൻ നിൽക്കാതെ തന്നെ ശ്രുതി ഇറങ്ങി വരുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് എസ്കേപ്പ് പോവാണ് കേട്ടോ. ശരത്തിന്റെ മനസ്സാകെ ഇങ്ങനെ ടെൻഷനാണ്. എന്തായിരിക്കും ആ വീഡിയോയ്ക്കുള്ളത്? എന്തായാലും എൻ്റെ ചേച്ചിയുടെ ജീവിതത്തെ ബാധിക്കുന്നതായിരിക്കും. സച്ചിയേട്ടനും രേവതി ചേച്ചിക്കും ഇനി ഒരു യാതൊരു ആപത്ത് സംഭവിക്കാനും ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ശരത്ത് പെട്ടെന്ന് തന്നെ സച്ചിയെ കാണാനായിട്ട് ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുന്നതേ ശരത്തിനെ കാണുമ്പോഴേക്കും സച്ചിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. സച്ചി ചോദിക്കുന്നുണ്ട്, എന്താടാ, എന്താ ഇപ്പൊ ഇങ്ങോട്ടേക്ക്? ഇനി ആന്റണി പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനായിട്ടാണോ നീ വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നത്? അത് സച്ചിയേട്ടാ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എനിക്കൊരു കാര്യം പറയണം സച്ചിയേട്ടന്. എന്താ നീ വിളിച്ചേ? ഏട്ടെന്നോ? സച്ചിയേട്ടാന്നോ? ആഹാ, സാറിന് എന്തു പറ്റി? പെട്ടെന്നൊരു മാനസാന്തരമൊക്കെ. ആഹാ, ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ നീ. എന്താ പെട്ടെന്ന് നിന്റെ തലയിലങ്ങ് ബുദ്ധി മുളച്ചോന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്കും ശരത്ത് ഇങ്ങനെ തലകുനി ചെന്നിട്ട്, സച്ചിയേട്ടാ അതല്ല, ഓ ചേച്ചീനെ അടിച്ചപ്പോ ചേച്ചിക്ക് ഒരു ആക്സിഡന്റ് സംഭവിക്കണമായിരുന്നു, നിനക്ക് നല്ല ബുദ്ധി വരാനല്ലേ? ആ, എന്തായാലും നീ വന്ന കാര്യം പറ. സച്ചിയേട്ടാ, ഞാനിന്ന് ആന്റണിയുടെ അടുത്ത് പോയിരുന്നു. ഓ, വീണ്ടും നീ അവന്റെ കൂടെ കൂട്ടുകൂടാൻ തുടങ്ങിയല്ലേ? നീ അങ്ങ് നന്നാവില്ലടാ, ഒരിക്കലും നന്നാവില്ല എന്ന് പറയാന്. സച്ചിയേട്ടാ അതല്ല, എല്ലാവരും എന്തിനാ വീണ്ടും വീണ്ടും എന്നെ ഇങ്ങനെ പറയുന്നത്? ഞാൻ ആ ആന്റണി ചേട്ടനെ നന്നായിട്ട് മനസ്സിലാക്കി മാറിയത് തന്നെയാ. എന്നാലും ഞാൻ ഇന്ന് ഒരു സാധനം എൻ്റെ കയ്യിലുണ്ടായിരുന്നു ആന്റണിയുടെ, അത് തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി പോയതാണ്. എന്തായാലും ഇന്ന് പോയത് നന്നായി. അതുകൊണ്ട് ഞാൻ അവിടെ ചെന്നപ്പോ ഒരാളെ കണ്ടു. ആരാടാ? അത് ശ്രുതി, നിങ്ങളുടെ ശ്രുതിചേട്ടന്റെ വൈഫില്ലേ, ആ ബ്യൂട്ടി പാർലറൊക്കെ വെച്ചിരിക്കുന്നേ, അവരവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണേ. വീണ്ടും ശരത്ത് പറയുന്നുണ്ട്, അത് സച്ചിയേട്ടാ, ഞാൻ അവര് സംസാരിക്കുന്നത് മാറി നിന്ന് വീഡിയോ എടുത്തിരുന്നു. അത് ഞാൻ എന്തോ ഒരു പന്തികേട് കണ്ടതുകൊണ്ടാണ് ശ്രദ്ധിച്ചത്. എന്നാൽ അവര് സംസാരിക്കുന്നത് സച്ചിയേട്ടനെ കുറിച്ചിട്ടാണ്. അപ്പോ ഈ വീഡിയോ സച്ചിയേട്ടന് എന്തെങ്കിലും പ്രയോജനം ചെയ്തെങ്കിലോ എന്ന് ഓർത്തിട്ടാ ഞാൻ ഓടി വന്നേന്ന് പറയാണേ. ഇത് കേൾക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ടോ, ഓ എന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണോ? അതെന്തായാലും ഞാൻ വിശ്വസിച്ചു. നിനക്ക് ഇത്ര നല്ല മനസ്സൊക്കെ ഉണ്ടായിരുന്നല്ലേ? ആ, എന്തായാലും ആ വീഡിയോ ഒന്ന് കാണിക്കെന്ന് പറഞ്ഞിട്ട് സച്ചി ശരത്തിന്റെ ഫോൺ മേടിച്ചിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ സച്ചിയാണെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ചോദിക്കുന്നുണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഫോണിലിരിക്കുന്ന വീഡിയോ ആന്റണിക്ക് ഇത്ര അർജന്റ് ആണെങ്കിൽ എന്തായിരിക്കും ആ വീഡിയോ? എന്തായാലും ഓ, ഇതിന് വേണ്ടിയിട്ടാണോ പാർലറായിട്ടത്തി കുറെ ദിവസമായിട്ട് എൻ്റെ ഫോണിനെ കഴുകാൻ പറക്കുന്നത് പോലെ ചുറ്റും ഇങ്ങനെ പറക്കുന്ന കണ്ടല്ലോ, പമ്മി പമ്മി. ഇതായിരുന്ന കാര്യല്ലേ? എന്തായിരിക്കും ആ വീഡിയോ എന്നിങ്ങനെ സച്ചി ആലോചിക്കുന്ന സമയത്ത് ശരത്ത് പറയുന്നുണ്ട്, സച്ചിയേട്ടാ, ഇനി എന്തെങ്കിലും ക്യാഷോ പണമിടപാടോ മറ്റോ ഉള്ളതായിരിക്കുമോ? അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം സച്ചിയേട്ടൻ ഒരു പലിശ മേടിക്കാൻ പോയെടുത്ത് ആന്റണീനെ അടിച്ചു വരുന്നല്ലോ, അങ്ങനെ എന്തെങ്കിലും ഒരു വീഡിയോ ആയിരിക്കുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതൊന്നും ആയിരിക്കില്ല. എന്തായാലും ആന്റണി ഇത്ര ചെറിയ കാര്യങ്ങൾക്കൊന്നും ഇത്ര വലിയ, അതും പാർലർ ഏട്ടത്തിയായിട്ടൊന്നും കൂട്ടുപിടിക്കില്ല. എന്തോ വലിയൊരു സീരിയസ് ഇഷ്യൂ ആണ്. അതെന്തായിരിക്കും എന്നിങ്ങനെ സച്ചി ആലോചിക്കുകയാണ്. സച്ചി ശരത്തിനോട് ചോദിക്കുന്നുണ്ട്, അല്ല നീ ഇപ്പോഴും അവന്റെ കൂടെ തന്നെയാണോ ജോലി ചെയ്യുന്നത്? അല്ല സച്ചിയേട്ടാ, എന്നാ രേവതി ചേച്ചിനെ ആക്സിഡന്റ് ആക്കിയത് ആന്റണി ചേട്ടനാണെന്ന് അറിഞ്ഞ് അപ്പോ തന്നെ ഞാൻ അവരുടെ കൂടത്തിൽ നിന്ന് മാറിയതാ. പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ടില്ല എന്ന് പറയണേ. ഇപ്പോഴേക്കും സച്ചി പറയുന്നുണ്ടോ, ഓ അപ്പൊ അത് തന്നെയാണ് കാര്യം. ഞാൻ അവന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചപ്പോഴാണ് എനിക്കും കാര്യം മനസ്സിലായത്. അപ്പോ നിനക്കിട്ട് എന്തോ വെക്കാനുള്ള ആപ്പാണ് അവൻ എന്നെ ഉപയോഗിച്ച് ചെയ്യുന്നത്. അപ്പൊ പിന്നെ എന്തായിരിക്കും ആ വീഡിയോ? പിന്നെ അതും പാർലർ ഏട്ടത്തി അവിടെ എന്തിനായിരിക്കും പോയതെന്ന് സച്ചി ചോദിക്കണേ. സച്ചിയേട്ടാ, അതോർത്ത് ടെൻഷൻ ആവണ്ട. അവരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവിടെ വരുന്നതാണ്. 2-3 ലക്ഷം രൂപയൊക്കെ പലിശയ്ക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് ആന്റണി ചേട്ടന്റെ അടുത്താണ് വരുന്നത്. അവരുടെ ഒരു കൂട്ടുകാരിയും കൂട്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് അവിടെ വരുന്നത്. പലിശയൊക്കെ കൃത്യമായിട്ട് കൊടുക്കാറുണ്ടെന്ന് പറയാനേ. അപ്പോഴേക്കും സച്ചി വയ്ക്കുന്നുണ്ട്, അവളുടെ അച്ഛൻ, പാർലറേട്ടത്തിയുടെ അച്ഛൻ മലേഷ്യയിലേക്കാണ്, ഒരുപാട് പൈസയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണല്ലോ അവര് നടക്കുന്നത്. പിന്നെന്തിനാ അവരവിടെ നിന്ന് പലിശയ്ക്ക് ക്യാഷ് വയ്ക്കുന്നത്? നീ വ്യക്തമായിട്ട് കാര്യം അറിഞ്ഞിട്ടാണോ സംസാരിക്കുന്നത് ശരത്തെ? അതെ സച്ചിയേട്ടാ, ഞാൻ തന്നെ പലതവണ കണ്ടിട്ടുള്ളതാണ്. എന്തായാലും പലിശയൊക്കെ കൃത്യമായിട്ട് കൊടുക്കാറുണ്ട്. അപ്പോഴേക്കും സച്ചി വയ്ക്കുന്നുണ്ട്, അതല്ല ഇപ്പോഴോ പാർലറേട്ടത്തി അവിടെ ക്യാഷിന് വേണ്ടിയിട്ടാണോ വന്നത്? ഇപ്പൊ വന്നിരിക്കുന്നത് ക്യാഷിനല്ല സച്ചിയേട്ടാ. ഇപ്പൊ വന്നിരിക്കുന്നത് എന്തോ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു നവീൻ. ആ നവീനിൽ നിന്ന് രക്ഷപ്പെടാന് ആന്റണിയുടെ ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്.
മുമ്പ് ഒരു തവണയും ഈ ആന്റണി ചേട്ടനെ വെച്ചിട്ട് ആ നവീനെ അടിച്ച് ഒടുത്തിക്ക് മാറ്റിയതാണ്. ഭയങ്കരമായിട്ട് അയാള് ബാർഗെയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ശ്രുതി അവിടെ വന്നിന്ന് സംസാരിക്കുന്നത്. കുറെ നാളത്തേക്കിന് അയാളുടെ ശല്യം ഇല്ലായിരുന്നത്രേ. എന്നാൽ ഇപ്പോ കൂടുതൽ ക്യാഷ് എന്തോ ചോദിച്ചുകൊണ്ട് വീണ്ടും അയാൾ വന്നിരിക്കുന്നു. അപ്പോൾ അയാളെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആന്റണിയുടെ ഹെൽപ്പ് ചോദിക്കാനാ വന്നേക്കുന്നതെന്ന് പറയണേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ടോ, ഓ അപ്പോ ആ നവീൻ അയാൾ ആരായിരിക്കും, എന്തിനായിരിക്കും പാർലറേട്ടത്തി അത്രയ്ക്ക് അയാളെ പേടിക്കുന്നത്? എന്തായാലും അപ്പോ അതിനു വേണ്ടിയിട്ടാണ് ആന്റണിയുടെ കൂട്ടുപിടിച്ചിരിക്കുന്നത്. അതെ സച്ചിയേട്ടാ, പകരമായിട്ട് ശ്രുതിയുടെ അടുത്ത് ആന്റണി ചേട്ടന് ഒരു ഹെൽപ്പ് ചോദിച്ചിരിക്കുന്നത് സച്ചിയേട്ടന്റെ ഫോണിൽ നിന്ന് ഒരു വീഡിയോ എടുക്കാനാണ്. അപ്പോ അതാണ് അവരുടെ തമ്മിലുള്ള ഡിമാൻഡ് എന്ന് പറയാനേ. ഇപ്പോഴേക്കും സച്ചിക്കുന്നുണ്ട്, അല്ല എന്റെ ഫോണിൽ എന്ത് വീഡിയോ ആയിരിക്കും ഉള്ളതെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചിക്ക് പെട്ടെന്ന് തന്നെ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. ഓ കിട്ടിപ്പോയടാ ശരത്തെ, നിനക്കിട്ട് തന്നെയുള്ള കോളാണ് വന്നിരിക്കുന്നതെന്ന് പറയാനേ. ശരത്ത് ചോദിക്കുന്നുണ്ട്, എന്താ സച്ചിയേട്ടൻ പറയുന്നത്? അതെ, അത് തന്നെയാണ്. ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് നീ അവന്റെ അടുത്ത് നിന്ന് ജോലിയിൽ നിന്ന് വേണ്ടെന്ന് പറഞ്ഞ് അവന്റെ കൂട്ടത്തിൽ നിന്നും മാറിയില്ലേ? അപ്പോ നിനക്കെതിരെയുള്ള ഒരു വീഡിയോ ആണ്. അതെ, എന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് അന്ന് നീ ക്യാഷ് തട്ടിപ്പറിച്ചുകൊണ്ട് പോയില്ലേ? അതോ അവന്റെ കൂടെ കൂടിയിട്ട് അവനന്ന് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് നിന്റെ മുഖം നന്നായിട്ട് പതിഞ്ഞിട്ടുണ്ട്. അപ്പോഴേ നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേടാ അങ്ങനെയുള്ള കള്ളന്റെയൊക്കെ കൂടെ കൂട്ടുകൂടല്ലെന്ന്. ഇപ്പൊ കണ്ടില്ലേ, നിന്നെ പഴി വാങ്ങി വിടാൻ വേണ്ടിയിട്ടാണ് അവനിപ്പോ ആ വീഡിയോ അന്വേഷിക്കുന്നതെന്ന് പറയണേ. ഇത് കേൾക്കുമ്പോ ശരത്ത് ഞെട്ടിപ്പോണ്. സച്ചിയേട്ടാ ഞാനന്നാ അറിയാതെ, അതെ അതൊക്കെ അറിയാതെ ആയിരിക്കും. എന്നാലും സച്ചിയേട്ടാ, എന്റെ അമ്മയും ചേച്ചിയൊക്കെ ഇതറിഞ്ഞാൽ ഒരുപാട് വിഷമിക്കും. അപ്പോ എന്നെ പോലീസിൽ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ആന്റണി ചേട്ടൻ ഇങ്ങനെ ചെയ്യുന്നത്? അത് തന്നെയല്ലേടാ നിന്നോട് ഞാൻ കുറെ നാളുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അവന്റെ കൂടെ കൂടല്ലേ നല്ല രീതിയിൽ പഠിക്കണമെന്ന് ഓർത്തിട്ട്, എന്റെ രേവതി വിഷമിക്കുമെന്ന് ഓർത്തിട്ട് കൊണ്ട് മാത്രമാണ് അന്ന് ഞാൻ ആ വീഡിയോ അവരെ ആരെയും കാണിക്കാഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും ശരത്ത് ആകെ ഇങ്ങനെ ഡൗൺ ആയി നിൽക്കുകയാണ് കേട്ടോ. എന്നാ സച്ചി പറയുന്നുണ്ട്, എന്തായാലും നീ നിന്റെ ചേച്ചിയുടെ കാല് പിടിച്ച് മാപ്പി ചോദിച്ചാലും വീണ്ടും ആന്റണിയുടെ കൂടെ കൂടാൻ പോകല്ലേ. ഈ കാര്യം പറഞ്ഞിട്ട് നിന്നെ ഭീഷണിപ്പെടുത്താനാണ് അവൻ എന്തായാലും നിന്നെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒപ്പിക്കുന്ന വേലയാണ്. എന്തായാലും നീ ഇനി അവന്റെ കൂടെ കൂട്ടുകൂടാൻ പോലെന്ന് പറയണേ. അപ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട്, ഇല്ല സച്ചിയേട്ടാ, ഇനി ഒരിക്കലും ഞാൻ അവന്റെ കൂടെ ചേരില്ല. എനിക്ക് നന്നായിട്ട് പഠിക്കണം. എന്റെ അമ്മയും ചേച്ചിയൊക്കെ ആഗ്രഹിച്ചതുപോലെ നല്ലൊരു ജോലിയിൽ എത്തിച്ചേരണം എന്നൊക്കെ ഇങ്ങനെ ശരത്ത് പറയുന്നുണ്ട്. ശരത്ത് വീണ്ടും പറയുന്നുണ്ട്, സച്ചിയേട്ടാ എനിക്ക് ആകെ ടെൻഷനാവുന്നു. ആ ശ്രുതിയാണെങ്കിൽ ആ വീഡിയോ എടുത്തിനി സോഷ്യൽ മീഡിയയിൽ എങ്ങാനും പ്രചരിപ്പിക്കുമോ? എനിക്ക് ആകെ ടെൻഷനാവുന്നു. ഇതൊക്കെ കണ്ട എൻ്റെ അമ്മയും രേവതി ചേച്ചിയൊക്കെ ഒരുപാട് വിഷമിക്കും. സച്ചിയേട്ടാ, അന്ന് നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ എന്നെ കള്ളനാക്കി, എൻ്റെ ഷർട്ട് വരെ ഊരി സച്ചിയേട്ടൻ്റെ അമ്മ നോക്കി. അതിൻ്റെ ദേഷ്യത്തിലാണ് അവരുടെ കയ്യിൽ നിന്ന് ആ ക്യാഷ് ഞാൻ തട്ടിപ്പറിച്ചത്. അല്ലാതെ ഞാൻ വേറെ ഒന്നുമല്ല. എനിക്ക് അന്നേരം വന്ന ദേഷ്യത്തിനാണ് സച്ചിയേട്ടാ. ഇനി എൻ്റെ രേവതി ചേച്ചി അമ്മ അറിഞ്ഞാൽ ഇത് താങ്ങില്ല സച്ചിയേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ശരത്ത് ഭയങ്കരമായിട്ട് വിഷമിക്കാണ് കേട്ടോ. എന്നാ സച്ചി പറയുന്നുണ്ട്, അതെ ദേഷ്യം വരുമ്പോഴേക്കേ ദേഷ്യം തീർക്കാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല ചെയ്തു വെക്കേണ്ടത്. പിന്നെ ശരത്തെ ഒരു കാര്യം, എൻ്റെ കയ്യിൽ ഇപ്പോൾ ആ വീഡിയോ ഇല്ലല്ലോ. അപ്പോൾ ആന്റണി എങ്ങനെയോ അറിഞ്ഞിരിക്കുന്നു എൻ്റെ കയ്യിൽ ആ വീഡിയോ ഉണ്ടെന്ന്. അതിന് വേണ്ടിയിട്ടാണല്ലേ അവനിങ്ങനെ പാർലറേട്ടത്തിയെ പിടിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ ഇതിന് ഞാനൊരു വഴി കണ്ടോളാം. നീ എന്തായാലും സമാധാനമായിട്ട് വീട്ടിലേക്ക് പൊക്കോന്ന് പറയണേ. എന്നാൽ ശരത്ത് വീണ്ടും ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ നീ വീണ്ടും നിൽക്കുന്നത്? സച്ചിയേട്ടൻ ഫോൺ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യോ? എങ്ങാണോ ആ വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ ചേച്ചിയൊക്കെ അറിയില്ലേ, എനിക്ക് ടെൻഷൻ ആവുന്നു എന്ന് പറയാനേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എടാ നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? നിന്നെ കയ്യിലും 1000 മടങ്ങ് ഞാൻ നിന്റെ ചേച്ചിയെ സ്നേഹിക്കുന്നുണ്ട്. അവൾ ഒരിക്കലും ഈ വീഡിയോ കാണല്ലെന്ന് കരുതിയിട്ട് എൻ്റെ രേവതിക്ക് വേണ്ടിയിട്ട് ഞാൻ അത് അന്നേ ഡിലീറ്റ് ചെയ്തു. പിന്നെ നീ എന്തായാലും സമാധാനമായിട്ട് പൊക്കോ. പിന്നെ ആ പാർലറെടുത്ത് സംസാരിച്ച ഒരു വീഡിയോ ഉണ്ടല്ലോ, അത് എൻ്റെ ഫോണിലേക്കൊന്ന് സെൻഡ് ചെയ്തിട്ട് നീ പൊക്കോന്ന് പറയാനേ. അങ്ങനെ ശരത്ത് സച്ചിയുടെ ഫോണിലേക്ക് ആന്റണിയും ശ്രുതിയും കൂടി സംസാരിക്കുന്ന ആ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ശരത്തും സച്ചി അവിടെ നിന്ന് പോവാണ് കേട്ടോ. സച്ചി നേരെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. വീട്ടിൽ ചെന്ന ഉടനെ തന്നെ ശ്രുതി ഉണ്ടോന്ന് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ സച്ചി. അപ്പൊ എത്തിയിട്ടില്ലെന്ന് മനസ്സിലായ ഉടനെ തന്നെ രവതി എന്തെടുക്കുക, എനിക്ക് ഭക്ഷണം എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഫോണാണെങ്കിൽ അൺലോക്ക് ചെയ്തിട്ട് ആ ടേബിളിന്റെ പുറത്ത് തന്നെ എല്ലാവരും കാണുന്ന രീതിയിൽ
സച്ചി വെച്ചിട്ട് അങ്ങ് പോവാണ്. മാറി നിന്ന് വീക്ഷിക്കാനാണ് കേട്ടോ. അങ്ങനെ നോക്കുമ്പോഴേക്കും ശ്രുതി കയറി വരുന്നുണ്ട്. ശ്രുതി നോക്കുമ്പോഴേക്കും സച്ചി ഇങ്ങനെ മറ്റൊരിടത്ത് മറിഞ്ഞു നിൽക്കുകയാണല്ലോ. ശ്രുതിയെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടേ നിൽക്കുകയാണ്. അപ്പോഴേക്കും ഫോൺ എടുത്തിട്ട് സച്ചിയുടെ ഫോണാണല്ലോ, ഇപ്പോൾ ആരുമില്ല, എന്തായാലും ആന്റണി പറഞ്ഞ ആ വീഡിയോ തപ്പണം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ സച്ചിയുടെ ഫോൺ എടുത്തിട്ട് വാച്ച് ചെയ്യാണ് കേട്ടോ. ഫുൾ ഇങ്ങനെ മാറ്റി നോക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആന്റണീന്ന് സേവ് ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ അതെടുത്ത് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ശ്രുതി ഞെട്ടിപ്പോവാണ്. കാരണം താൻ ആ വീഡിയോ തപ്പാൻ വന്നത് മൂലം ശ്രുതി കാണുന്നത് ആന്റണിയും ശ്രുതിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ വീഡിയോ ആണ് കേട്ടോ. ശ്രുതിക്ക് ആകെ അങ്ങ് ഞെട്ടിപ്പോവാണ്. കാരണം അയ്യോ ഈശ്വര, എന്താ ഇത്? സച്ചിയെ കുറിച്ചുള്ള വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാന് തപ്പാൻ വന്നപ്പോ അത് എന്നെ കൊടുക്കുന്ന വീഡിയോ തന്നെയാണല്ലോ. അപ്പോ ഇവൻ എല്ലാ കാര്യവും എന്നെ കുറിച്ച് മനസ്സിലാക്കിയോ? നവീനെ കുറിച്ചും ഈ വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ. അപ്പോ ആദ്യം എന്റെ മകനാണെന്നും എല്ലാ കാര്യവും എന്നെ കുറിച്ച് മനസ്സിലാക്കിയോ എന്നൊക്കെ എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടി ഭയങ്കര ടെൻഷനായി ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശ്രുതി. ആരും കാണില്ല, ഇനി എന്തായാലും ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ചുറ്റും നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഫോൺ വെച്ചിട്ട് പോകാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ ശ്രുതി. പെട്ടെന്ന് തന്നെ ഫോൺ വെച്ചിട്ട് തിരിയുന്ന സമയത്ത് നമ്മുടെ സച്ചി മുമ്പിൽ നിൽക്കുകയാണ്. ഞെട്ടിപ്പോവാണ് കേട്ടോ ശ്രുതി. ഇവിടേക്ക് സച്ചി വെക്കുന്നുണ്ട്. എന്താ പാർലറേട്ടത്തി, എന്റെ ഫോണാണല്ലോ എടുത്തു വെച്ചിട്ട് വീഡിയോ നോക്കുന്നത്? എന്ത് വീഡിയോ വേണ്ടത്? അതെ, കുറേ ദിവസവും ഞാൻ പാർലറേട്ടത്തിനെ വാച്ച് ചെയ്യുന്നു. എന്റെ ഫോണിന് വേണ്ടിയിട്ട് കഴുകം പറക്കുന്നത് പോലെ എന്റെ ഫോണിന് ചുറ്റും ഇങ്ങനെ അലയുന്നുണ്ടായിരുന്നല്ലോ. എന്ത് വീഡിയോ വേണ്ടതെന്ന് ചോദിക്കാനേ. അപ്പോഴേക്കും അത് ഞാൻ ഇവിടെ ഇരുന്നപ്പോ ഒന്ന് ചുമ്മാ നോക്കിയെന്നേ ഉള്ളൂ. ഓ, ഇനി കിടന്ന് ഉരുളണ്ട. ഞാനേ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതാ. അതുകൊണ്ട് തന്നെയാണ് ഫോണിൽ അൺലോക്ക് ചെയ്ത് ശ്രുതിക്ക് പാർലർ അടുത്തേക്ക് എളുപ്പമാവുന്ന രീതിയിൽ അവിടെ കൊണ്ട് വെച്ചത്. ഇപ്പൊ കിട്ടേണ്ട വീഡിയോ ഒക്കെ കിട്ടിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ പെട്ടെന്ന് മിണ്ടാൻ വയ്യാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നീ എന്താ വിചാരിച്ചത്? എന്നെ അങ്ങ് കെണിയിൽ കൊടുത്താമെന്നോ? എന്നാലേ എനിക്ക് വെച്ച കെണിയിൽ ഇപ്പോ നീ തന്നെയാ വീണിരിക്കുന്നത്. എൻ്റെ അമ്മയുടെ കൂടെ കൂടിയിട്ട് നീ എൻ്റെ രേവതിനെ പരമാവധി ഉപദ്രവിച്ച് ഇവിടെ നിന്ന് ആട്ടിയിറക്കാൻ നോക്കിയല്ലേ? ഇപ്പോ അതിനുള്ള പണി ഞാൻ ശരിയാക്കി തരാം. പിന്നെ എൻ്റെ അമ്മ എന്തായാലും അവരെ ഇങ്ങനെ നാക്കിട്ട് അലക്കത്തേ ഉള്ളൂ. നിങ്ങളുടെ മനസ്സിൻ്റെ അത്രേ വിഷം എന്തായാലും അമ്മയുടെ മനസ്സിലില്ല. നിന്നെ കണ്ട അന്ന് തൊട്ടേ ഞാൻ പറഞ്ഞ നീ പക്ക ഫ്രോഡാണെന്നുള്ളത്. നീ ഓരോ നിമിഷവും നിന്റെ ഓരോ കാര്യങ്ങളും ഞാൻ വാച്ച് ചെയ്തോണ്ടായിരിക്കുന്നത്. എന്തായാലും ഇപ്പൊ നീ പെട്ടു എന്ന് പറയാനേ. ശ്രുതിക്കാണെങ്കിൽ എന്താണെന്നും മിണ്ടാൻ പോലും വയ്യാതിരിക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി വീണ്ടും ഇങ്ങനെ അത് സച്ചി എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും സച്ചി പറയുന്നുണ്ട്, നിന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അന്ന് രേവതിയുടെ കട ഇവിടെ നിന്ന് എടുത്തു മാറ്റിയത് നീയാണെന്ന് തന്നെ ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നു. എന്നാൽ എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മരുമോളാണല്ലോ എന്ന് ഓർത്ത് അമ്മ വിഷമിക്കണ്ടല്ലോ എന്ന് കരുതി മാത്രമാണ് ഞാൻ പുറത്തു പറയാതിരുന്നത്. പിന്നെ ആ ശ്രുതിയെ ഓർത്തിട്ടു. എന്നാൽ ഇനി ഇത് ഞാൻ മറച്ചു വെക്കില്ല. നിന്നെക്കുറിച്ചുള്ള ആ നവീനുണ്ടല്ലോ, അവനെ എനിക്ക് നന്നായിട്ട് അറിയാം. അവന് നീയും തമ്മിലുള്ള ബന്ധം എന്താണെന്നും അറിയാമെന്ന് പറയാനേ. എന്നാൽ ഇത് കേട്ടുകൊണ്ട് രവി അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താ സച്ചി, നീ എന്താ ശ്രുതിയായിട്ട് സംസാരിക്കുന്നത്? നവീനെന്നും മറ്റോ എന്തോ പറയുന്ന കേട്ടല്ലോ. ആരാ അതെന്ന് ചോദിക്കാണേ. അത് അച്ഛാ, നവീനുണ്ടല്ലോ, അത് ഞാൻ എല്ലാം അച്ഛനോട് ഡീറ്റെയിൽ ആയിട്ട് പറയാന്ന് പറയാണേ. അപ്പോഴേക്കും രവി അപ്പുറത്തായിട്ടാണല്ലോ നിൽക്കുന്നത്. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, സച്ചി ഞാൻ കാല് പിടിക്കാം. സച്ചി ഇതിപ്പോ ആരും അറിയല്ലേ സച്ചി എന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ കാല് പിടിക്കുകയാണ്. അപ്പോൾ നമ്മൾ കാത്തിരുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡാണ് വരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അടുത്ത ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡുകളുമായിട്ട് കാണും വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് കൂടി ചെയ്തേക്കണേ.